ഈ ചാനൽ ഞാൻ 1000-ലധികം സയൻസ് വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അതിൽ കൂടുതലും ആസ്ട്രോഫിസിക്സ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസാണ്. മിക്കപ്പോഴും ഞാൻ വീഡിയോ ആയിട്ട് ചെയ്യുന്നത് ഏതെങ്കിലും ഒരു ഗവേഷകൻ പബ്ലിഷ് ചെയ്തിട്ടുള്ള ശാസ്ത്ര പ്രബന്ധങ്ങളായിരിക്കും. അപ്പോഴൊക്കെയുള്ള എൻ്റെ ഏറ്റവും വലിയൊരു ഡ്രീം എന്ന് പറയുന്നത് എൻ്റെ തന്നെ കണ്ടുപിടുത്തം, എൻ്റെ തന്നെ പ്രബന്ധം ഒരു വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുൻപിൽ അവതരിപ്പിക്കുക എന്നുള്ളതാണ്. ഇതിനു മുൻപ് എൻ്റെ 10 പ്രബന്ധങ്ങൾ പബ്ലിഷ് ചെയ്തു വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ പബ്ലിഷ് ചെയ്തു വന്നിരിക്കുന്നത് 11ാമത്തെ പ്രബന്ധമാണ്. ഈ പ്രബന്ധത്തിൻ്റെ ഒരുപാട് സ്പെഷ്യാലിറ്റീസിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്പെഷ്യാലിറ്റി ഇത് പബ്ലിഷ് ചെയ്തു വന്നിരിക്കുന്ന ആ ജേണൽ തന്നെയാണ്. 50 വർഷത്തിലധികം പാരമ്പര്യമുള്ള വെബ് ഓഫ് സയൻസിൽ ഇൻഡെക്സ് ചെയ്തിട്ടുള്ള സ്പ്രിംഗർ നേച്ചറിൻ്റെ അണ്ടറിലുള്ള ഒരു ജേണലാണ് ആസ്ട്രോഫിസിക്സ് ആൻഡ് സ്പേസ് സയൻസ്. നെതർലൻഡ് ബേസ് ചെയ്തിട്ടുള്ള ഈ ഒരു ജേണലിലാണ് എൻ്റെ പ്രബന്ധം പബ്ലിഷ് ചെയ്തു വന്നിരിക്കുന്നത്. ഇതിൻ്റെ പിയർ റിവ്യൂ കമൻറ്റ് തന്നെ വളരെ അട്രാക്റ്റീവ് ആയിരുന്നു. പിയർ റിവ്യൂ കമൻറ്റ് എന്ന് പറയുമ്പോൾ നമ്മളൊരു പ്രബന്ധം പബ്ലിഷ് ചെയ്യാൻ വേണ്ടി കൊടുത്തു കഴിഞ്ഞാൽ അവർ നേരിട്ടത് പബ്ലിഷ് ചെയ്യുകയല്ല, നമ്മുടെ അതേ മേഖലയിൽ വർഷങ്ങളായിട്ട് പ്രബന്ധങ്ങൾ പബ്ലിഷ് ചെയ്യുന്ന മറ്റൊരു റിസർച്ചറിന് നമ്മുടെ പ്രബന്ധം വായിക്കാനും അത് അനലൈസ് ചെയ്യാനായിട്ടും കൊടുക്കും. ആ പ്രോസസ്സിനെയാണ് നമ്മൾ പിയർ റിവ്യൂ എന്ന് പറയുന്നത്. ആ പിയർ റിവ്യൂവിന് ശേഷം അദ്ദേഹം സബ്മിറ്റ് ചെയ്യുന്ന കമൻറ്റാണ് പിയർ റിവ്യൂ കമൻറ്റ്. ഇതിനു മുമ്പ് എൻ്റെ പബ്ലിഷ് ചെയ്ത് വന്നിട്ടുള്ള പല പ്രബന്ധങ്ങളിലും എന്തെങ്കിലുമൊക്കെ തെറ്റുകുറ്റങ്ങളൊക്കെ കാണും. അപ്പോൾ ആ തെറ്റുകുറ്റങ്ങൾ റിവൈസ് ചെയ്യാനായിട്ട് അവർ പറയും. അങ്ങനെ ഒരു റിവിഷനൊക്കെ കഴിഞ്ഞിട്ട് ചിലപ്പോൾ 1-2 റൗണ്ട് റിവിഷനൊക്കെ കഴിഞ്ഞിട്ടാണ് പബ്ലിഷ് ചെയ്ത് വരുന്നത്. പക്ഷേ ഇതിൽ ഒരു രീതിയിലുള്ള തിരുത്തലുകളും പറയാതെ ഇത് സ്ട്രോങ്ലി പബ്ലിഷ് ചെയ്യാനായിട്ട് റെക്കമെൻഡ് ചെയ്യുന്നു എന്നാണ് അദ്ദേഹം കമൻറ്റ് ചെയ്തത്. പ്രബന്ധത്തിൻ്റെ 2 ലിങ്കുകൾ ഞാൻ ഫസ്റ്റ് കമൻറ്റിലും ഡിസ്ക്രിപ്ഷനിലും കൊടുത്തിട്ടുണ്ട്. ഒരു ലിങ്ക് ഉപയോഗിച്ച് നിങ്ങൾക്ക് നേരിട്ട് ജേണലിൻ്റെ വെബ്സൈറ്റിലേക്ക് പോകാം. അവിടെ നിങ്ങൾക്ക് അബ്സ്ട്രാക്റ്റും എൻ്റെ റെഫറൻസുകളും മാത്രമാണ് കാണാൻ കഴിയുക. എന്നാൽ രണ്ടാമത്തെ ലിങ്കിൽ നിങ്ങൾക്ക് എൻ്റെ കംപ്ലീറ്റ് പേപ്പറും കംപ്ലീറ്റ് PDF-ഉം കാണാനും ഡൗൺലോഡ് ചെയ്യാനും സാധിക്കുന്നതാണ്. ഞാൻ പബ്ലിഷ് ചെയ്തിരിക്കുന്ന കോൺഫറൻസ് പ്രൊസീഡിങ്സ് ഉൾപ്പെടെയുള്ള 11 പ്രബന്ധങ്ങളിൽ 3 പ്രബന്ധങ്ങൾ ഞാൻ നിങ്ങളോടൊപ്പം ചേർന്നിട്ടാണ് പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്കറിയാം, അഡ്വാൻസ്ഡ് ആസ്ട്രോഫിസിക്സ് എന്ന പേരിൽ ഞാനൊരു കോഴ്സ് റൺ ചെയ്യുന്നുണ്ട്. ആ കോഴ്സിൻ്റെ ഭാഗമായിട്ട് ജോയിൻ ചെയ്തിട്ടുള്ളവരോടൊപ്പമാണ് ആ പ്രബന്ധങ്ങൾ പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. അതായത് അവരുടെ കൂടി പേരിലാണ് പ്രബന്ധം പബ്ലിഷ് ചെയ്യപ്പെട്ടിരിക്കുന്നത്. കോഴ്സിൽ കൂടുതൽ ആളുകൾ ജോയിൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവരോടൊപ്പം വേറെയും പല റിസർച്ചുകൾ നടത്തുന്നുണ്ട്. അതൊക്കെ വൈകാതെ ശാസ്ത്ര പ്രബന്ധമായിട്ട് തന്നെ പബ്ലിഷ് ചെയ്യുകയും ചെയ്യും. എങ്ങനെയാണ് ഒരു ശാസ്ത്ര പ്രബന്ധം, പ്രത്യേകിച്ചും ആസ്ട്രോഫിസിക്സ് പോലുള്ള ഒരു മേഖലയിൽ ശാസ്ത്ര പ്രബന്ധം പബ്ലിഷ് ചെയ്യുന്നതെന്ന് എനിക്കിപ്പോൾ വ്യക്തമായിട്ടൊരു ധാരണയുണ്ട്. അപ്പോൾ ആ ഒരു ഗൈഡ് ലൈൻസിലൂടെയാണ് പുതുതായിട്ട് ജോയിൻ ചെയ്യുന്നവരൊക്കെ കടന്നു പോകുന്നത്. ഉറപ്പായിട്ടും കൂടുതൽ പ്രബന്ധങ്ങൾ പബ്ലിഷ് ചെയ്യാൻ സാധിക്കുന്നതാണ്. പ്രായമൊന്നും ഒരു മാനദണ്ഡമല്ല. ഏത് പ്രായത്തിലുള്ളവർക്കും, ഒരു 10 വയസ്സിന് മുകളിൽ പ്രായമുള്ള ആർക്കും ജോയിൻ ചെയ്യാൻ സാധിക്കും. 10 വയസ്സിൽ തന്നെ ഒരു പ്രബന്ധം പബ്ലിഷ് ചെയ്യാൻ പറ്റുമെന്നല്ല, 10 വയസ്സ് മുതൽ തന്നെ നമ്മൾ ആ ഒരു പരിശീലനത്തിൽ ഏർപ്പെടുകയാണ്. വളരെ ബേസ് ആയിട്ടുള്ള കാര്യങ്ങൾ മുതൽ പഠിച്ച് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള റിസർച്ചിലേക്ക് കടക്കുകയാണ്. അങ്ങനെയാണ് അവർക്ക് പിന്നീട് ഭാവിയിൽ കൂടുതൽ പ്രബന്ധങ്ങൾ എന്നോടൊപ്പം മറ്റ് ഗവേഷകരോടൊപ്പം ഒക്കെ പബ്ലിഷ് ചെയ്യാൻ സാധിക്കുന്നത്. ഇത്തരത്തിൽ ചെറിയ പ്രായത്തിൽ തന്നെ ശാസ്ത്ര പ്രബന്ധങ്ങൾ പബ്ലിഷ് ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ വലിയ ഫോറിൻ യൂണിവേഴ്സിറ്റികളിലൊക്കെ അവർക്ക് ഉയർന്ന ഫെലോഷിപ്പോടു കൂടി തന്നെ PhD ചെയ്യാനും അല്ലെങ്കിൽ PDF ചെയ്യാനും അതുമല്ലെങ്കിൽ ജോലിയിലേക്ക് തന്നെ കടക്കാനും ഒക്കെ സാധിക്കുന്നതാണ്. അഡ്വാൻസ്ഡ് ആസ്ട്രോഫിസിക്സ് കോഴ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് അതിൻ്റെ ലിങ്ക് കൂടി ഞാൻ ഡിസ്ക്രിപ്ഷനിലും ഫസ്റ്റ് കമൻറ്റിലും കൊടുക്കുന്നുണ്ട്, പരിശോധിക്കുക. ഒരു സാധാരണക്കാരൻ്റെ ഭാഷയിൽ എന്താണ് എൻ്റെ കണ്ടുപിടുത്തമെന്ന് നമുക്കൊന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കാം. എന്താണ് ശരിക്കും ഡാർക്ക് മാറ്റർ? ആ ഡാർക്ക് മാറ്ററിൻ്റെ കണ്ടുപിടുത്തത്തിലൂടെ എന്ത് മാറ്റമാണ് നമുക്കുണ്ടാവാൻ പോകുന്നത്? എങ്ങനെയാണ് ഡാർക്ക് മാറ്ററിനെ കണ്ടുപിടിക്കാനായിട്ട് നിലവിൽ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്? അതിൽ എങ്ങനെയാണ് എൻ്റെ മോഡലുകൾ സഹായപ്രദമായി മാറുന്നത്? നിങ്ങളിൽ പലരും ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും, 4 ദിവസങ്ങൾക്ക് മുമ്പ് ഒരു ആസ്ട്രോണോമിക്കൽ ഇമേജ് വലിയ രീതിയിൽ വൈറലാകുകയുണ്ടായി. സോഷ്യൽ മീഡിയയിലും അതുപോലെ മാധ്യമങ്ങളിലുമൊക്കെ വൈറലായി. അത് ലോകത്തിൽ തന്നെ ഏറ്റവും വലിയ, ഏറ്റവും മികച്ച ഡിജിറ്റൽ ടെലസ്കോപ്പ് ചിത്രീകരിച്ചിട്ടുള്ള ഒരു ഇമേജ് ആയിരുന്നു. പ്രപഞ്ചത്തിൻ്റെ ഗാലക്സികളുടെ ഇമേജ് ആയിരുന്നു. വെറാസി റൂബിൻ അല്ലെങ്കിൽ LSST ടെലസ്കോപ്പ്, അതുമല്ലെങ്കിൽ ലാർജ് സർവേ സ്പേസ് ആൻഡ് ടൈം ടെലസ്കോപ്പ് എന്ന പേരിലാണ് ഇത് അറിയപ്പെടുന്നത്. ഈ ടെലസ്കോപ്പിൻ്റെ റെസൊല്യൂഷൻ 3.2 ജിഗാ പിക്സലാണ്. ഒരൊറ്റ നോട്ടത്തിൽ ഇതിന് ആകാശത്തിലെ 9.6 സ്ക്വയർ ഡിഗ്രി ചിത്രീകരിക്കാൻ സാധിക്കും. സാധാരണക്കാരൻ്റെ ഭാഷയിൽ പറയുകയാണെങ്കിൽ പൂർണ്ണചന്ദ്രനെ എത്രമാത്രം വലിപ്പത്തിലാണോ നമ്മൾ കാണുന്നത്, ആ വലിപ്പത്തിൻ്റെ 40 ഇരട്ടി വലിപ്പമുള്ള ആകാശത്തിൻ്റെ ഭാഗം ഒരൊറ്റ സമയത്ത് ചിത്രീകരിക്കാൻ ഈ ടെലസ്കോപ്പിന് സാധിക്കും. അതും ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച ഒരു റെസൊല്യൂഷനിൽ. ജെയിംസ് വെബ് സ്പേസ് ടെലസ്കോപ്പും ഹബിൾ സ്പേസ് ടെലസ്കോപ്പും ഒക്കെ ഉണ്ടെങ്കിലും അതിന് ഒരേ സമയം ചിത്രീകരിക്കാൻ സാധിക്കുന്ന പ്രപഞ്ചത്തിൻ്റെ ഭാഗമെന്ന് പറയുന്നത് LSST വെച്ച് നോക്കുകയാണെങ്കിൽ വളരെ വളരെ നേർത്തതാണ്. അതുകൊണ്ട് നമുക്ക് പ്രപഞ്ചത്തെ മൊത്തത്തിലൊന്നും മാപ്പ് ചെയ്യാൻ ഒരിക്കലും ഈ ടെലസ്കോപ്പുകൾ ഉപയോഗിച്ചിട്ട് സാധിക്കില്ല. LSST സ്ഥിതി ചെയ്യുന്നത് ചിലിയിലാണ്.
ചിലിയിൽ നിന്നുകൊണ്ട് അവിടുത്തെ സദേൺ ഹെമിസ്ഫിയർ അല്ലെങ്കിൽ ദക്ഷിണാർദ്ധഗോളത്തിലെ ആകാശ കാഴ്ചകൾ മുഴുവനും ഒരൊറ്റ രാത്രി കൊണ്ട് പൂർണ്ണമായിട്ട് ചിത്രീകരിക്കാൻ സാധിക്കും. അതും ഏറ്റവും ഉയർന്ന റെസൊല്യൂഷനിൽ. ഇത് എല്ലാ ദിവസവും വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നതാണ്. അങ്ങനെ തുടർച്ചയായിട്ടുള്ള 10 വർഷങ്ങളിൽ ഓരോ രാത്രിയിലെയും കാഴ്ചകൾ ഇത് പകർത്തിയെടുക്കും. അതിൻ്റെ അർത്ഥം ഇവിടെ ചിത്രീകരിക്കപ്പെടുന്നത് വെറും ഒരു ചിത്രമല്ല, അത് ഒരു വലിയ സിനിമയാണ് അല്ലെങ്കിൽ ഒരു വലിയ വീഡിയോ ദൃശ്യമാണ്. LSST ഒരൊറ്റ അടിക്കല്ല സദേൺ ഹെമിസ്ഫിയറിലെ ചിത്രങ്ങളെല്ലാം പകർത്തുന്നത്. അതിന് ഒരേ സമയത്ത് കാണാൻ സാധിക്കുന്ന ആകാശത്തിൻ്റെ വലിപ്പം എത്രമാത്രമാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. അതുകൊണ്ട് തന്നെ കുറേ അധികം ചിത്രങ്ങൾ എടുത്തിട്ട് ഒടുവിൽ ആ ചിത്രങ്ങളെല്ലാം ചേർത്ത് വയ്ക്കുമ്പോൾ മാത്രമാണ് സദേൺ ഹെമിസ്ഫിയറിൻ്റെ പൂർണ്ണമായിട്ടുള്ള ഒരു മാപ്പ് നമുക്ക് കിട്ടുന്നത്. ഒരൊറ്റ ചിത്രം അതിന് ചിത്രീകരിക്കാൻ വെറും 15 സെക്കൻഡുകൾ മാത്രം മതി. 15 സെക്കൻഡ് നേരം അത് തുടർച്ചയായിട്ട് ഒരു പ്രത്യേക ആകാശത്തിൻ്റെ ഭാഗത്തേക്ക് തന്നെ തിരിച്ചു വയ്ക്കും. അപ്പോൾ അവിടെ നിന്ന് വരുന്ന പ്രകാശത്തെ എല്ലാം ഇത് സ്വീകരിക്കും. 15 സെക്കൻഡുകൾ നീണ്ടു നിൽക്കുന്ന ആ ഒരു എക്സ്പോഷറിന് ശേഷം പിന്നീട് അഡീഷണലായിട്ട് ഒരു 2 സെക്കൻഡ് കൂടി എടുക്കും. ആ 2 സെക്കൻഡ് കൊണ്ടാണ് അത് യഥാർത്ഥത്തിലുള്ള ഒരു ചിത്രമാക്കി മാറ്റിയെടുക്കുന്നത്. പിന്നീട് അത് അടുത്ത ലൊക്കേഷനിലെ ചിത്രം ചിത്രീകരിക്കുന്നു. ലോകത്തിൽ തന്നെ ഇത്തരത്തിൽ 10 വർഷത്തോളം നീണ്ടു നിൽക്കുന്ന ഒരേ ഭാഗങ്ങൾ തന്നെ വീണ്ടും വീണ്ടും ആവർത്തിച്ച് ചിത്രീകരിച്ചുകൊണ്ടിരിക്കുന്ന മറ്റൊരു ടെലസ്കോപ്പുമില്ല. ഇത്തരത്തിൽ ചിത്രങ്ങൾ ചിത്രീകരിക്കുന്നതിലൂടെ നമുക്ക് ഒരുപാട് പ്രയോജനങ്ങളുണ്ട്. അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രയോജനം ഡാർക്ക് മാറ്ററിനെക്കുറിച്ചും ഡാർക്ക് എനർജിയെക്കുറിച്ചുമുള്ള പഠനങ്ങളാണ്. ഇതിലെ ഡാർക്ക് മാറ്റർ ഒന്ന് എടുത്ത് പരിശോധിക്കാം. എന്നിട്ട് അതിലെങ്ങനെയാണ് എൻ്റെ മോഡൽ സഹായപ്രദമായി മാറുന്നതെന്നും നമുക്ക് നോക്കാം. ഡാർക്ക് മാറ്ററിനെ കുറിച്ച് അറിഞ്ഞിരിക്കണമെങ്കിൽ നമ്മൾ ഒരല്പം ചരിത്രം കൂടി മനസ്സിലാക്കണം. 1933 ഫ്രിറ്റ്സ് സ്വിക്കി എന്ന് പറയുന്ന ഒരു ഗവേഷകൻ വളരെ വിചിത്രമായിട്ടുള്ള ഒരു പ്രതിഭാസം ഈ ഗാലക്സികൾ കണ്ടു. ഗാലക്സികൾ കറങ്ങുന്നത് അതിതീവ്രമായിട്ടുള്ള വേഗതയിലാണ്. അത്രയും വേഗതയിൽ ഒരിക്കലും ആ ഗാലക്സികൾ കറങ്ങാൻ പാടില്ല. അതങ്ങനെ കറങ്ങുകയാണെങ്കിൽ അതിലടങ്ങിയിരിക്കുന്ന സകല നക്ഷത്രങ്ങളും ഗ്രഹങ്ങളും ഒക്കെ അവിടെ നിന്നും തെറിച്ച് വെളിയിലേക്ക് പോകുന്നതാണ്. ഇത് വളരെ സിമ്പിളായിട്ട് മനസ്സിലാക്കാൻ നമുക്കൊരു ഉദാഹരണം എടുക്കാം. കൊച്ചുകുട്ടികളൊക്കെ പ്ലേ ഗ്രൗണ്ടിൽ കളിക്കാൻ ഉപയോഗിക്കുന്ന ഒരു ടോയ് ഉണ്ടല്ലോ, അതിൽ കുറേ ചെയറുകൾ കാണും. അത് കറക്കാൻ പറ്റുന്ന ചെയറുകളാണ്. ആ ചെയറുകളിൽ നമുക്ക് കുട്ടികൾക്ക് പകരം ഒരു ചെറിയ കല്ലെടുത്ത് വെക്കാം, വളരെ ചെറിയ ഒരു കല്ല്. അതിനുശേഷം നമ്മൾ പതിഞ്ഞ വേഗതയിൽ അതൊന്ന് കറക്കുകയാണ്. കല്ലിന് ഒരു മാറ്റവും സംഭവിക്കില്ല. നമ്മളതിൻ്റെ വേഗത കൂട്ടുന്നു. അങ്ങനെ കൂട്ടി ഒരു ഘട്ടം കഴിയുമ്പോൾ ആ കല്ല് അവിടെ നിന്നും ഇളകി വെളിയിലേക്ക് തെറിച്ചു പോകും. നമ്മൾ ഈ കസേരയിൽ വെച്ചിരിക്കുന്ന കല്ല് കുറച്ചുകൂടെ ഭാരമുള്ള കല്ലാണെങ്കിലോ, മുമ്പ് കറക്കി അത്രയും വേഗതയിൽ കറക്കുമ്പോൾ ആ കല്ല് തെറിച്ചു പോകില്ല. കുറച്ചുകൂടെ വേഗതയിൽ കറക്കിയാൽ മാത്രമേ ആ കല്ല് തെറിച്ചു പോവുകയുള്ളൂ. അപ്പം മാസ് കൂടുമ്പോൾ അല്ലെങ്കിൽ പിണ്ഡം കൂടുന്നതനുസരിച്ച് കൂടുതൽ വേഗതയിൽ കറങ്ങാനായിട്ട് സാധിക്കും. ഗാലക്സികളെ നമുക്കറിയാം, ഗാലക്സി കറങ്ങുന്ന വേഗത നമുക്ക് കണക്ക് കൂട്ടിയെടുക്കാൻ സാധിക്കും. അതിലടങ്ങിയിരിക്കുന്ന നക്ഷത്രങ്ങളുടെയും ആ നക്ഷത്രങ്ങളെ വലം വയ്ക്കുന്ന ഗ്രഹങ്ങളുടെയും മാസ് നമുക്ക് കണക്ക് കൂട്ടിയെടുക്കാൻ സാധിക്കും. സ്വിക്കി എന്ന് പറയുന്ന ആ ഗവേഷകൻ ഇതെല്ലാം കണക്ക് കൂട്ടിക്കഴിഞ്ഞിട്ടാണ് അദ്ദേഹത്തിന് വിചിത്രമായിട്ടുള്ള ആ പ്രതിഭാസത്തെക്കുറിച്ച് മനസ്സിലാക്കാൻ സാധിച്ചത്. ഗാലക്സികൾ അതിതീവ്രമായിട്ട് കറങ്ങുകയാണ്. ആ നക്ഷത്രങ്ങൾക്കും ആ മാസുള്ള ഗ്രഹങ്ങൾക്കും ഒന്നും ആ വേഗതയിൽ അവിടെ അങ്ങനെ നിൽക്കാൻ സാധിക്കില്ല. അത് അവിടെ നിന്ന് തെറിച്ചു പോകണം. പക്ഷേ എന്തോ വിചിത്രമായിട്ടുള്ള ഒരു കാരണം കൊണ്ട് അതൊന്നും തെറിച്ചു പോകുന്നില്ല. പിന്നെയും കുറേയധികം വർഷങ്ങൾ കഴിഞ്ഞു. 1970കളായപ്പോൾ വെറാ സി റൂബിൻ എന്ന പേരിലറിയപ്പെടുന്ന ഒരു ഗവേഷക പുതിയൊരു പ്രപ്പോസൽ മുന്നോട്ട് വെച്ചു. ചിലിയിൽ ഇപ്പോൾ കമ്മീഷൻ ചെയ്തിരിക്കുന്ന ആ ഒബ്സർവേറ്ററിയുടെ പേരും വെറാ സി റൂബിൻ ഒബ്സർവേറ്ററി എന്നാണ്. എങ്ങനെയാണ് ഇപ്പോൾ ആ പേര് കിട്ടിയതെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. വെറാ സി റൂബിൻ 1970കളിൽ പ്രപ്പോസ് ചെയ്ത തിയറി ഇങ്ങനെയാണ്: നമുക്ക് കാണാൻ സാധിക്കാത്ത, തിരിച്ചറിയാൻ സാധിക്കാത്ത, പ്രകാശവുമായിട്ട് ഒരു രീതിയിലും ഇൻട്രാക്ട് ചെയ്യാത്ത ഒരു വസ്തു, അത് ആ ഗാലക്സികൾ അടങ്ങിയിട്ടുണ്ട്. അതിൻ്റെ മാസ് അതിഭീകരമാണ്. അതൊരിക്കലും ആറ്റങ്ങൾ കൊണ്ട് സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളതല്ല, മറ്റെന്തോ പദാർത്ഥങ്ങൾ കൊണ്ടാണ് അത് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. പ്രപഞ്ചത്തിലെ മൊത്തം പദാർത്ഥങ്ങളെയും ഊർജ്ജത്തെയും നമ്മൾ എടുക്കുകയാണെങ്കിൽ അതിൽ നമുക്ക് കാണാൻ സാധിക്കുന്ന, മനസ്സിലാക്കാൻ സാധിക്കുന്ന ആറ്റങ്ങൾ കൊണ്ട് നിർമ്മിച്ചിട്ടുള്ള അല്ലെങ്കിൽ പ്രകാശം പോലെയുള്ള സോഴ്സുകൾ അത് വെറും 5% മാത്രമാണ്. ബാക്കി അവശേഷിക്കുന്ന 95% ഡാർക്ക് മാറ്ററും ഡാർക്ക് എനർജിയുമാണ്. അതിൻ്റെ അർത്ഥം നിങ്ങളിപ്പോൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ ഫോണിൻ്റെ ഇടയിലൂടെയും നിങ്ങളുടെ കൺമുൻപിലൂടെയും ഒക്കെ ഒരുപാട് ഡാർക്ക് മാറ്ററുകൾ സഞ്ചരിക്കുന്നുണ്ടായിരിക്കും. അതെന്താണെന്ന് മനസ്സിലാക്കാനോ അതിൽ പഠനങ്ങൾ നടത്താനോ തിരിച്ചറിയാനോ ഒന്നും നമുക്ക് സാധിക്കുന്നില്ലെന്ന് മാത്രം. അതൊക്കെ ഇവിടെ ഉള്ളതുകൊണ്ട് മാത്രമാണ്
ഭൂമിക്ക് സൂര്യന് ചുറ്റുമായിട്ട് ഇങ്ങനെ കറങ്ങാൻ സാധിക്കുന്നത്, സൂര്യന് നമ്മുടെ മിൽക്കി വേക്ക് ചുറ്റുമായിട്ട് കറങ്ങാൻ സാധിക്കുന്നത്. അതിൻ്റെ അർത്ഥം ആ പദാർത്ഥം ഇല്ലെങ്കിൽ ഈ പ്രപഞ്ചം പോലും അസാധ്യമായിട്ടുള്ള ഒരു കാര്യമായി മാറും. ഇനി നമുക്ക് ആൽബർട്ട് ഐൻസ്റ്റീൻ്റെ ജനറൽ റിലേറ്റിവിറ്റി തിയറി പറഞ്ഞിട്ടുള്ള ഒരു പോയിന്റ് കൂടി മനസ്സിലാക്കണം. അദ്ദേഹത്തിൻ്റെ തിയറി അനുസരിച്ച് പ്രകാശം വളയും. പ്രകാശം ഒരു സ്ട്രെയിറ്റ് ലൈനായിട്ടാണല്ലോ പോകുന്നത്. നമ്മളൊരു ടോർച്ചിലൂടെ പ്രകാശം മുന്നിലേക്ക് അടിച്ചു കഴിഞ്ഞാൽ അതൊരിക്കലും ഇങ്ങനെ വളഞ്ഞ് കറങ്ങിയൊന്നും പോകത്തില്ല. അത് സ്ട്രെയിറ്റ് ലൈനായിട്ട് തന്നെ പോകും. ഈ പ്രകാശം വളയും. ആ പ്രകാശത്തെ വളയ്ക്കുന്നത് അതിഭീകരമായിട്ടുള്ള മാസുള്ള പദാർത്ഥങ്ങളാണ്. നമുക്ക് വളരെയധികം അകലെയുള്ള ഒരു ഗാലക്സി എടുക്കാം. ആ ഗാലക്സിയിൽ നിന്ന് പ്രകാശം നമ്മുടെ ചിലിയിൽ സ്ഥിതി ചെയ്യുന്ന വെറാസി റൂബിൻ ഒബ്സർവേറ്ററിയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പ്രകാശം ഒബ്സർവേറ്ററിയിൽ വന്നു ചേരുമ്പോൾ മാത്രമാണ് അതിനെ നമുക്ക് ചിത്രീകരിക്കാൻ സാധിക്കുന്നത്, അല്ലെങ്കിൽ അതെന്താണെന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നത്. പക്ഷേ ഈ ഗാലക്സികളിലെ പ്രകാശം വേറെയും ചില ഗാലക്സികളുടെ ഉള്ളിലൂടെ കടന്നിട്ടായിരിക്കും നമ്മുടെ ഒബ്സർവേറ്ററിയിൽ എത്തിച്ചേരുന്നത്. ആ ഗാലക്സിയിൽ ഒരുപാട് മാസ് അടങ്ങിയിട്ടുണ്ട്. നമുക്ക് കാണാൻ സാധിക്കുന്ന, തിരിച്ചറിയാൻ സാധിക്കുന്ന 5% അടങ്ങുന്ന പദാർത്ഥങ്ങളുണ്ട്. അതിനെ നമ്മൾ വിസിബിൾ മാറ്റർ എന്ന് പറയും. അതിനു പുറമെ ഡാർക്ക് മാറ്ററുമുണ്ട്. ഡാർക്ക് മാറ്റർ വളരെയധികം കൂടുതലാണ് വിസിബിൾ മാറ്ററിനേക്കാൾ. ആ ഡാർക്ക് മാറ്ററിൻ്റെ പ്രസൻസ് കാരണം ഇങ്ങനെ വരുന്ന പ്രകാശം വളയുന്നതാണ്. നമ്മളൊരു മാഗ്നിഫയിങ് ലെൻസിലൂടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് വസ്തുക്കളെ കുറച്ചുകൂടെ വലിപ്പത്തിൽ കാണാൻ സാധിക്കും. അതിൻ്റെ കാരണം നമ്മൾ ചെറിയ ക്ലാസ്സുകളിലൊക്കെ പഠിച്ചിട്ടുള്ളതാണ്. പ്രകാശം ഈ ലെൻസിലൂടെ കടന്നു പോകുമ്പോൾ വളഞ്ഞു വരുന്നുണ്ട്. ആ വളഞ്ഞു വരുന്ന പ്രകാശം നമ്മുടെ കണ്ണിൽ പതിക്കുമ്പോഴാണ് കുറച്ചുകൂടെ വലിപ്പത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അകലെയുള്ള ഗാലക്സിയിൽ നിന്ന് പ്രകാശം വരുമ്പോഴും ഇതുതന്നെയാണ് സംഭവിക്കുന്നത്. ആ പ്രകാശം ഈ ഇടയ്ക്കുള്ള ഗാലക്സിയിൽപ്പെട്ട് ഒന്ന് വളഞ്ഞിട്ടാണ് നമ്മുടെ ഒബ്സർവേറ്ററിയിൽ എത്തിച്ചേരുന്നത്. അതുകൊണ്ട് തന്നെ ആ ഗാലക്സി അതിൻ്റെ യഥാർത്ഥ രൂപത്തിലല്ല നമ്മൾ കാണുന്നത്. ഫുട്ബോളാണ് ഗാലക്സികൾക്ക് പകരം അവിടെ ഇരിക്കുന്നതെങ്കിൽ അതിൻ്റെ അടുത്ത് ശക്തമായിട്ടുള്ള മാസുള്ള ഡാർക്ക് മാറ്റർ കൂടി ഉണ്ടെങ്കിൽ നമുക്ക് ഫുട്ബോളിനെ ഈ ഒബ്സർവേറ്ററിയിലൂടെ കാണാൻ സാധിക്കുന്നത് ഫുട്ബോളിൻ്റെ ആ ഒരു സ്പെറിക്കൽ രൂപത്തിലൊന്നുമല്ല, ഒന്നും വളഞ്ഞിട്ടുള്ള അല്ലെങ്കിൽ ഏകദേശം ഒരു മുട്ടയുടെ രൂപത്തിലൊക്കെ ആയിരിക്കും. അത് കുറച്ച് എക്സാഗ്രേറ്റ് ചെയ്ത് പറഞ്ഞിട്ടുള്ളതാണ്, കാരണം അത്രയും വ്യത്യാസം വരില്ല. എന്നാൽ പോലും ആ ഒരു സ്പെറിക്കൽ ഷേപ്പിൽ ചില മാറ്റങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ടായിരിക്കും. ഈ പ്രതിഭാസത്തിനെയാണ് നമ്മൾ വീക്ക് ഗ്രാവിറ്റേഷണൽ ലെൻസിങ് എന്ന് പറയുന്നത്. എൻ്റെ പ്രബന്ധത്തിൻ്റെ അബ്സ്ട്രാക്റ്റിൽ ഏറ്റവും ലാസ്റ്റ് പോർഷനിലായിട്ട് നിങ്ങൾക്ക് വീക്ക് ഗ്രാവിറ്റേഷണൽ ലെൻസിങ് എന്ന് കാണാം. 10 വർഷ കാലയളവിൽ LSST തുടർച്ചയായിട്ട് എല്ലാ രാത്രിയിലും സദേൺ ഹെമിസ്ഫിയറിൽ നിന്നുള്ള ആകാശ കാഴ്ചകൾ ചിത്രീകരിച്ചുകൊണ്ട് തന്നെ ഇരിക്കും. ഒരൊറ്റ രാത്രിയിൽ മാത്രം ചിത്രീകരിക്കുന്നത് 20 ടെറാബൈറ്റോളം സൈസ് വരുന്ന ചിത്രങ്ങളാണ്. ഇത്രയധികം ചിത്രങ്ങൾ നമുക്ക് ലഭിക്കുമ്പോൾ, അതും ഹൈ റെസൊല്യൂഷനിലുള്ള ചിത്രങ്ങൾ ലഭിക്കുമ്പോൾ എന്ത് മാറ്റമാണ് ശരിക്കും ഈ വീക്ക് ഗ്രാവിറ്റേഷണൽ ലെൻസിങ്ങിലൂടെ സംഭവിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഒരു മനുഷ്യന് ഒരിക്കലും അത് മനസ്സിലാക്കാൻ സാധിക്കില്ല. നമ്മൾ ആ ഗാലക്സിയുടെ ഇമേജ് നോക്കിക്കഴിഞ്ഞാൽ നമുക്കൊന്നും മനസ്സിലാകില്ല. അതിൽ എന്ത് തരത്തിലുള്ള ഗ്രാവിറ്റേഷണൽ ലെൻസിങ് ആണ് സംഭവിച്ചതെന്ന് തിരിച്ചറിയാൻ കഴിയില്ല. ചില സയൻസ് ഫിക്ഷൻ സിനിമകളിലൊക്കെ ഗവേഷകർ ഒരു ഗാലക്സിയുടെ ചിത്രം കണ്ടിട്ട് അന്തം വിടുന്നതായിട്ടും അവിടെ വിചിത്രമായിട്ടുള്ള ചില പ്രതിഭാസങ്ങൾ നടക്കുന്നതായിട്ടും ഒക്കെ പറഞ്ഞു കണ്ടിട്ടുണ്ട്. പക്ഷേ യഥാർത്ഥ ലൈഫിൽ അല്ലെങ്കിൽ റിയൽ ആയിട്ടുള്ള ഒരു ഗവേഷകൻ്റെ ലൈഫിൽ അത്തരത്തിലുള്ള ഞെട്ടലുകൾ ഒരു ചിത്രം നോക്കി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കില്ല. ആ ചിത്രങ്ങൾ ശരിക്കും സാധാരണക്കാരനുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ടുള്ളതാണ്. ഇപ്പോൾ LSSTയുടെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് പബ്ലിഷ് ചെയ്ത് വന്നിരിക്കുന്ന ഇമേജ്, ആ ഇമേജിന് നമുക്ക് ഒരു സയൻറ്റിഫിക് ആയിട്ടുള്ള സ്റ്റഡി നടത്താൻ കഴിയില്ല. സയൻറ്റിഫിക് ആയിട്ടുള്ള സ്റ്റഡിക്ക് വേണ്ടി ഉപയോഗിക്കുന്ന ചിത്രങ്ങളും അതിൻ്റെ ചില പാരാമീറ്ററുകളും ഒക്കെ എൻ്റെ ഈ പ്രബന്ധത്തിൽ തന്നെ ഞാൻ കൊടുത്തിട്ടുണ്ട്. ഞാൻ അതിലേക്ക് വരാം. അതെങ്ങനെയാണ് ഗവേഷകർ അനലൈസ് ചെയ്യുന്നതെന്നൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാൻ ശ്രമിക്കാം. ഇവിടെയും ആ ചിത്രങ്ങളിലൂടെ മനുഷ്യന് നേരിട്ട് നോക്കി ഒന്നും മനസ്സിലാക്കാൻ സാധിക്കില്ല. പക്ഷേ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉപയോഗിച്ചിട്ട്, കുറച്ചുകൂടെ കൃത്യമായിട്ട് പറഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ തന്നെ വരുന്ന ഒരു സബ്സെറ്റ് ആയിട്ടുള്ള മെഷീൻ ലേണിങ്ങിൻ്റെ സഹായത്താൽ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കും. മെഷീൻ ലേണിങ്ങിന് പാറ്റേൺ കണ്ടുപിടിക്കാനുള്ള ഒരു പ്രത്യേക സവിശേഷതയുണ്ട്. LSST എല്ലാ ദിവസവും ചിത്രീകരിച്ചുകൊണ്ടിരിക്കുന്ന ലക്ഷക്കണക്കിന് ചിത്രങ്ങളാണ് ഇതിനുവേണ്ടി ഉപയോഗിക്കുന്നത്. ആ ചിത്രങ്ങളെല്ലാം പരിശോധിച്ചിട്ട് കമ്പ്യൂട്ടർ മോഡലിന് ഒരു ഉത്തരത്തിലേക്ക് വരാൻ സാധിക്കും. എന്ത് വ്യത്യസ്തമായിട്ടുള്ള ഒരു പാറ്റേണാണ് ഇതിൽ അടങ്ങിയിരിക്കുന്നതെന്ന് പറയാൻ സാധിക്കും. നമുക്ക് ഫുട്ബോൾ തന്നെ ഒരു ഉദാഹരണമായിട്ട് എടുക്കാം. ഫുട്ബോളിൻ്റെ രൂപം അല്പം ഒന്ന് വക്രിച്ചാണ് നമുക്ക് കാണാൻ സാധിക്കുന്നതെന്ന് പറഞ്ഞല്ലോ. യഥാർത്ഥ കേസിൽ ആ ഒരു മാറ്റം എന്ന് പറയുന്നത് നമ്മുടെ കണ്ണുകൊണ്ട് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുന്നതല്ല. വളരെ നേർത്ത ഒരു മാറ്റം മാത്രമേ ഉള്ളൂ. പക്ഷേ ആ മാറ്റത്തെ നമ്മുടെ മോഡലിന് തിരിച്ചറിയാൻ സാധിക്കും. അങ്ങനെ അനവധി ചിത്രങ്ങളിലൂടെ പോയിട്ട് എല്ലാ ചിത്രങ്ങളിലും വ്യത്യസ്തമായിട്ട് നിൽക്കുന്ന ആ പാറ്റേൺ എന്താണെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ചുരുക്കത്തിൽ ഡാർക്ക് മാറ്ററിൻ്റെ
ഒരു വലിയ മാപ്പ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. ഡാർക്ക് മാറ്റർ എങ്ങനെയാണ് സ്ഥിതി ചെയ്യുന്നത്, എവിടെയാണ് ഏറ്റവും കൂടുതലുള്ളത്, അതിൻ്റെ മറ്റ് പ്രത്യേകതകൾ എന്തൊക്കെയാണെന്നുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാം. അതിലൂടെ ശരിക്കും ഡാർക്ക് മാറ്റർ എന്താണെന്നുള്ള ഉത്തരത്തിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ സാധിക്കും. ആ ഉത്തരം കിട്ടിക്കഴിഞ്ഞാൽ അത് ലോകത്തെ തന്നെ മാറ്റിമറിക്കാൻ പോകുന്ന ഒരു വലിയ കണ്ടുപിടുത്തമായിരിക്കും. കാരണം നമ്മൾ ഇന്ന് നിലവിൽ ഉപയോഗിക്കുന്ന സകല സാങ്കേതിക വിദ്യകളും, എല്ലാ സാങ്കേതിക വിദ്യകളും പ്രപഞ്ചത്തിൽ നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ള 5% മാത്രം വരുന്ന വിസിബിൾ മാറ്ററിൽ നിന്ന് നമ്മൾ കണ്ടെത്തിയിട്ടുള്ളതാണ്. ബാക്കിയുള്ള 95% നമുക്കറിയേയില്ല. ആ 95% മനസ്സിലാക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സാങ്കേതിക വിദ്യകൾ മറ്റൊരു തലത്തിലേക്ക് മാറും. നമ്മൾ ഇന്നുവരെ കണ്ടിട്ടില്ലാത്ത, നമുക്ക് ചിന്തിക്കാൻ പോലും സാധിക്കാത്ത അത്രയും അസാധ്യമായിട്ടുള്ള പല കാര്യങ്ങളും നമുക്ക് സൃഷ്ടിച്ചെടുക്കാൻ സാധിക്കുന്നതാണ്. പക്ഷേ ഇവിടെ ഒരു വലിയ പ്രശ്നമുണ്ട്. എൻ്റെ റിസർച്ചിലെ പ്രധാനപ്പെട്ട ഹൈപ്പോത്തിസിസും അതുതന്നെയാണ്. വെറാസി റൂബിൻ ഒബ്സർവേറ്ററി സ്ഥിതി ചെയ്യുന്നത് നമ്മുടെ ഭൂമിയുടെ പ്രതലത്തിലാണ്. ഭൂമിയുടെ പ്രതലത്തിലായതുകൊണ്ട് തന്നെ അറ്റ്മോസ്ഫിയറിലൂടെ അല്ലെങ്കിൽ ഭൂമിയുടെ അന്തരീക്ഷത്തിലൂടെ ഈ ഗാലക്സികളിലെ പ്രകാശം സഞ്ചരിച്ചിട്ടാണ് വെറാസി റൂബിൻ ഒബ്സർവേറ്ററിയുടെ സെൻസറുകളിൽ എത്തിച്ചേരുന്നത്. ഇങ്ങനെ അറ്റ്മോസ്ഫിയറിലൂടെ സഞ്ചരിക്കുന്നത് കാരണം ആ പ്രകാശത്തിന് ഒരുപാട് മാറ്റങ്ങൾ സംഭവിക്കും. കാരണം അറ്റ്മോസ്ഫിയറിൽ ഉണ്ടാകുന്ന ടെർബുലൻസ് ആണ്. ഭൂമിയുടെ പ്രതലം ഒരുപോലെയല്ല. ചില ഭാഗങ്ങളിലൊക്കെ വളരെ ഉയരം കൂടിയിട്ടുള്ള മലകളുണ്ട്, കുറേയധികം ഭാഗങ്ങളൊക്കെ തുറസായിട്ടുള്ള സമുദ്രങ്ങളാണ്. അപ്പോൾ അതുവഴിയൊക്കെ സഞ്ചരിക്കുന്ന വായുവിലും വലിയ വലിയ മാറ്റങ്ങൾ സംഭവിക്കും. ഈ വലിയ മലകളിലൊക്കെ കാറ്റ് വന്ന് ഇടിച്ചു കീറുമ്പോൾ അത് കാരണം അവിടെ ടെർബുലൻസ് അല്ലെങ്കിൽ ആ ഒഴുക്കിന് വ്യതിയാനങ്ങളൊക്കെ സംഭവിക്കുന്നുണ്ട്. ഇങ്ങനെ വ്യതിയാനമൊക്കെ സംഭവിക്കുന്ന ഭാഗങ്ങളിലൂടെയാണ് ഈ പ്രകാശം കടന്നു പോകുന്നത്. അങ്ങനെ കടന്നു പോകുമ്പോൾ അവിടെ ശരിക്കും കൺവല്യൂഷൻ എന്ന് പറയുന്ന ഒരു മാത്തമെറ്റിക്കൽ ഓപ്പറേഷൻ നടക്കുന്നുണ്ട്. അതിനെ എൻ്റെ പ്രബന്ധത്തിൻ്റെ 2ാമത്തെ പേജിൽ മാത്തമെറ്റിക്കലി റെപ്രസെൻ്റ് ചെയ്തിട്ടുണ്ട്. കൺവല്യൂഷൻ അല്പം കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള, വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു മാത്തമെറ്റിക്കൽ ഓപ്പറേഷനാണ്. പക്ഷേ സാധാരണക്കാരന് മനസ്സിലാകുന്ന ഭാഷയിൽ ഞാനൊന്ന് അവതരിപ്പിക്കാം. എല്ലാവർക്കും മൾട്ടിപ്ലിക്കേഷനും ഡിവിഷനും അറിയാം. മൾട്ടിപ്ലിക്കേഷൻ ഡിവിഷനും ഉപയോഗിച്ചിട്ട് നമുക്കിവിടെ അതൊന്ന് മനസ്സിലാക്കാം. ഉദാഹരണത്തിന് ഈ ഗാലക്സിയിൽ നിന്ന് വരുന്ന പ്രകാശം 5 എന്ന് പറയുന്ന ഒരു സംഖ്യയായിട്ട് എടുക്കുക. ആ 5 എന്ന് പറയുന്ന സംഖ്യ അറ്റ്മോസ്ഫിയറിലൂടെ അല്ലെങ്കിൽ അന്തരീക്ഷത്തിലൂടെ കടന്നു പോകുമ്പോൾ അത് 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യപ്പെടുന്നു. ആ മൾട്ടിപ്ലിക്കേഷൻ കൺവല്യൂഷൻ ആണെന്ന് വെറുതെ ചിന്തിക്കുക. യഥാർത്ഥത്തിൽ മൾട്ടിപ്ലിക്കേഷൻ അല്ല കൺവല്യൂഷൻ. പക്ഷേ ഇവിടെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് അതിനെ മൾട്ടിപ്ലിക്കേഷനായിട്ട് നമുക്ക് എടുക്കാം. 5 × 2 എന്ന് പറയുന്നത് 10 ആണ്. അപ്പോൾ ഒബ്സർവേറ്ററിയിലെ ആ സെൻസറുകൾ ഡിറ്റക്റ്റ് ചെയ്തിരിക്കുന്നത് 5നെ അല്ല 10നെയാണ് ഡിറ്റക്റ്റ് ചെയ്തിരിക്കുന്നത്. പക്ഷേ യഥാർത്ഥത്തിലുള്ള ദൃശ്യം എന്ന് പറയുന്നത് 5 ആണ്. നമുക്ക് കിട്ടിയിരിക്കുന്നത് 10 ആണ്. ഈ 10ൽ നിന്ന് നമുക്ക് ശരിക്കും 5 ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. ഈ മൾട്ടിപ്ലിക്കേഷൻ്റെ നേരെ റിവേഴ്സിലുള്ള ഓപ്പറേഷൻ കൊടുത്താൽ മതി. അതായത് ഹരിക്കുക അല്ലെങ്കിൽ ഡിവൈഡ് ചെയ്യുക. എന്തുകൊണ്ടാണോ മൾട്ടിപ്ലൈ ചെയ്തത് അതുകൊണ്ട് തന്നെ ഡിവൈഡ് ചെയ്യുക. അപ്പോൾ 10നെ 2 കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് 5 കിട്ടും. നമുക്ക് ആ ഒരു നക്ഷത്രത്തെ അല്ലെങ്കിൽ ആ ഒരു ഗാലക്സിയെ അതേ രൂപത്തിൽ തന്നെ കിട്ടും. പക്ഷേ കൺവല്യൂഷൻ്റെ നേരെ റിവേഴ്സിലുള്ള പ്രോസസ്സ് അത് അത്ര എളുപ്പത്തിലുള്ള ഒരു പ്രോസസ്സ് അല്ല. അതിനെ നമുക്ക് ഡീകൺവല്യൂഷൻ എന്ന് പറയാം. ഡീകൺവല്യൂഷൻ ഒരുപാട് വർഷങ്ങളായിട്ട് തന്നെ ഗവേഷകർ ഉപയോഗിക്കുന്ന ഒരു മാത്തമെറ്റിക്കൽ ടൂളാണ്. പക്ഷേ അതിന് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. എൻ്റെ പ്രബന്ധത്തിൻ്റെ 2ാമത്തെ പേജിൽ തുടങ്ങുന്ന ഇൻട്രൊഡക്ഷൻ പാർട്ടിലും 2 മുതൽ 3 വരെ പേജുകളുള്ള റിലേറ്റഡ് സ്റ്റഡീസ് പാർട്ടിലും ഇത്തരത്തിലുള്ള പല പഴയകാല മെത്തേഡുകളെക്കുറിച്ച് ഞാൻ പറയുന്നുണ്ട്. അത് എന്തുകൊണ്ട് ഇവിടെ ഉപയോഗിക്കാൻ സാധിക്കത്തില്ലെന്നും പറയുന്നുണ്ട്. ഈ മെത്തേഡുകളൊക്കെ LSSTയുടെ കാര്യത്തിൽ അപര്യാപ്തമാണ്. ഇതൊക്കെ അർത്ഥമാക്കുന്നത് നമ്മൾ എത്രമാത്രം മികച്ച ഒരു ടെലസ്കോപ്പ് ഉണ്ടാക്കിയാൽ പോലും ഡാർക്ക് മാറ്ററിനെ കുറിച്ചുള്ള പഠനം നമുക്ക് നടത്താൻ സാധിക്കില്ല. ഈ ഒരു കൺവല്യൂഷൻ പ്രോസസ്സിലൂടെ തന്നെ ഗാലക്സിയിൽ ഉണ്ടാകുന്ന ചെറിയ മാറ്റങ്ങൾ അത് നമുക്ക് തിരിച്ചറിയാൻ പോലും സാധിക്കാത്ത രീതിയിലേക്ക് മങ്ങിപ്പോകുന്നതാണ്. അത് ഒഴിവാക്കാനായിട്ട് ഞാൻ 3 വ്യത്യസ്തമായിട്ടുള്ള മോഡലുകളാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അത് വെറും ഒരു തിയറി മാത്രമല്ല, ഞാൻ പ്രാക്ടിക്കലി അത് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ആസ്ട്രോ ലിൻഫോമർ, ആസ്ട്രോ കോൺ ലിൻഫോമർ, ആസ്ട്രോ ഇൻഫോ ലിൻഫോമർ എന്നാണ് ഞാൻ ആ 3 മോഡലുകൾക്കും കൊടുത്തിരിക്കുന്ന പേര്. ഈ മോഡലുകൾ നിർമ്മിക്കാനായിട്ട് എനിക്ക് പ്രധാനമായിട്ടും വേണ്ടത് LSST ഭാവിയിൽ ചിത്രീകരിക്കാൻ പോകുന്ന ബ്ലർഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ കൺവോൾഡ് ആയിട്ടുള്ള ഇമേജും കൺവോൾഡ് അല്ലാത്ത യഥാർത്ഥത്തിലുള്ള ഗാലക്സികളുടെ ഇമേജുമാണ്. LSST പ്രവർത്തിച്ചു തുടങ്ങിയിട്ടേ ഉള്ളൂ. അതിനൊക്കെ മുൻപ് തന്നെ ഞാൻ എൻ്റെ ഗവേഷണ പ്രവർത്തനമായിട്ട് മുന്നോട്ട് പോയിരുന്നു. ആദ്യത്തെ ഇമേജ് പബ്ലിഷ് ആകുന്നതിന് മുൻപ് തന്നെ എൻ്റെ പ്രബന്ധം അക്സെപ്റ്റ് ആവുകയും ചെയ്തിരുന്നു.
ഇനിയിപ്പോൾ LSSD ചിത്രീകരിക്കുന്ന ലക്ഷക്കണക്കിന് ചിത്രങ്ങൾ എനിക്ക് കിട്ടിയാൽ പോലും ആ ചിത്രങ്ങളൊക്കെ തന്നെയും ബ്ലർഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ കൺവോൾവ്ഡ് ആയിട്ടുള്ള ചിത്രങ്ങളാണ്. ആ കൺവോൾവ്ഡ് ആകുന്നതിന് മുൻപുള്ള, ബ്ലർഡ് ആകുന്നതിന് മുൻപുള്ള ദൃശ്യങ്ങൾ എന്താണെന്ന് നമുക്കറിയില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ചിത്രങ്ങളെയൊക്കെ ഉണ്ടാക്കിയെടുക്കണം. ബ്ലർ ആകുന്നതിന് മുൻപുള്ള ആ ചിത്രം നമുക്ക് ഉണ്ടാക്കിയെടുക്കണം. ബ്ലർ ആയതിനു ശേഷമുള്ള ഗാലക്സികളുടെ ചിത്രങ്ങൾ ഉണ്ടാക്കിയെടുക്കണം. അത്തരത്തിൽ ഉണ്ടാക്കിയെടുക്കാനായിട്ട് ഞാൻ ഗാൽസിം സിമുലേഷനാണ് ഉപയോഗിച്ചത്. ഹബിൾ സ്പേസ് ടെലസ്കോപ്പിൻ്റെ ഇമേജുകൾ ഉപയോഗിച്ചിട്ട് നടത്തിയിട്ടുള്ള ഒരു സിമുലേഷൻ പ്രോസസ്സാണ്. അതിന് ഒരുപാട് മാത്തമാറ്റിക്കൽ ഇക്വേഷൻസും പല പാരാമീറ്റേഴ്സും ഒക്കെ ഞാൻ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. ആ കാര്യങ്ങളെക്കുറിച്ചുള്ള വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വിശകലനം പേജ് നമ്പർ 7 എക്സ്പെരിമെൻ്റൽ സെറ്റിങ്സ് എന്ന ഒരു ചാപ്റ്ററിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. അത് വായിക്കുന്ന പ്രോഗ്രാമിംഗ് ഒക്കെ അത്യാവശ്യം വശമുള്ള ആർക്ക് വേണമെങ്കിലും അത് റീക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഈ ഒരു മെത്തേഡിലൂടെ 6000 ഗാലക്സികളുടെ പേഴ്സ് ആണ് ഞാൻ ഉണ്ടാക്കിയെടുത്തത്. അതായത് 6000 ബ്ലർഡ് ആയിട്ടുള്ള ഇമേജ്, 6000 ബ്ലർഡ് അല്ലാത്ത ഇമേജുകൾ. ഈ 6000 ഇമേജുകളിൽ 5000 ഇമേജുകൾ ഉപയോഗിച്ചിട്ട് ഞാൻ എൻ്റെ മോഡലിനെ ട്രെയിൻ ചെയ്യിപ്പിച്ചു. ഞാനൊരു മോഡൽ ഉണ്ടാക്കിയെടുത്തു. ആ മോഡലിനെ കുറിച്ചുള്ള വിശദാംശങ്ങളൊക്കെ വഴിയെ പറയാം. ആ മോഡലുകൾക്ക് ഈ 5000 ഇമേജ് കാണിച്ചു കൊടുത്തു. അതായത് ബ്ലർഡ് ആയിട്ടുള്ള ഇമേജ് കാണിച്ചു കൊടുത്തു, ബ്ലർഡ് അല്ലാത്ത ഇമേജ് കാണിച്ചു കൊടുത്തു. അങ്ങനെ 6000 ഇമേജുകളെ പല കുറി ആവർത്തിച്ച് ഏകദേശം 200 ഇപ്പോക്കുകളാണ് ഞാൻ ഉപയോഗിച്ചത്. അതായത് 200 തവണ ഈ ഇമേജുകൾ വീണ്ടും നമ്മുടെ കമ്പ്യൂട്ടർ മോഡലിലൂടെ കടന്നു പോകും. അങ്ങനെ കടന്നു പോകുന്ന സമയത്തൊക്കെ ഇത് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, ബ്ലർഡ് ആയിട്ടുള്ള ഇമേജിൻ്റെയും ബ്ലർഡ് അല്ലാത്ത ഇമേജിൻ്റെയും വ്യത്യാസം എന്താണെന്ന്. അതിനെല്ലാം ശേഷം അവസാനം ഞാൻ മാറ്റി വെച്ചിരുന്ന ആ 1000 ഇമേജിൻ്റെ ബ്ലർഡ് ആയിട്ടുള്ള ഇമേജ് മാത്രം ഞാൻ മോഡലിന് കാണിച്ചു കൊടുത്തു. മോഡലിന് കാണിച്ചു കൊടുത്തപ്പം അത് ബ്ലർഡ് അല്ലാത്ത ഇമേജിനെ സ്വയം പ്രെഡിക്റ്റ് ചെയ്തു. ബ്ലർഡ് അല്ലാത്ത ഇമേജിനെ എനിക്ക് കിട്ടിക്കഴിഞ്ഞു. ഓൾറെഡി എൻ്റെ കയ്യിൽ ഞാൻ സിമുലേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ബ്ലർഡ് അല്ലാത്ത ഇമേജ് ഉണ്ട്. ഇത് രണ്ടും കൂടെ ചേർത്ത് വെച്ച് പഠിക്കുകയാണെങ്കിൽ എത്രമാത്രം കൃത്യമായിട്ടാണ് എൻ്റെ മോഡൽ പ്രവർത്തിച്ചതെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഈ കാണുന്ന ഇമേജിലേക്ക് നോക്കുക. ഞാൻ എൻ്റെ പ്രബന്ധത്തിൽ കൊടുത്തിരിക്കുന്ന ഇമേജാണ്. അപ്പോൾ ഇതിൽ യഥാർത്ഥത്തിലുള്ള ഇമേജ് കാണാം, ബ്ലർഡ് ആയിട്ടുള്ള ഇമേജ് കാണാം. എൻ്റെ മോഡൽ ഉപയോഗിച്ചിട്ട് അതിനെ അൺബ്ലർ ചെയ്തിരിക്കുന്ന ഇമേജും നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഇതിലുള്ള ഗാലക്സിയുടെ ഇമേജ് കണ്ടു കഴിഞ്ഞാൽ ഒരു ഗാലക്സി ആയിട്ടൊന്നും നിങ്ങൾക്ക് തോന്നില്ല. അതിനൊരു കാരണമുണ്ട്. ഗാലക്സിയുടെ രൂപം എന്ന് പറയുന്നത് നമുക്കറിയാം, ഒരു ടിപ്പിക്കലി അതൊരു സ്പൈറൽ രൂപമായിരിക്കും, പരന്നൊക്കെ ആയിരിക്കും അത് സാധാരണഗതിയിരിക്കുന്നത്. അല്ലാതുള്ള ഗാലക്സികളുമൊക്കെ ഉണ്ട്, പക്ഷേ മോസ്റ്റ്ലി പരന്നിരിക്കുന്ന ഗാലക്സികളാണ്. പക്ഷേ പരന്നിരിക്കുന്ന ഗാലക്സിയെ നമുക്ക് ഒബ്സർവേറ്ററിയിലൂടെ നോക്കിക്കഴിഞ്ഞാൽ എപ്പോഴും അത് അങ്ങനെ തന്നെ ഇരിക്കണമെന്നില്ല. ചില ഗാലക്സികളൊക്കെ നമ്മുടെ ഈ ടെലസ്കോപ്പിൻ്റെ നേർക്ക് തന്നെ ആയിരിക്കും ഇരിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഗാലക്സിയെ നമുക്ക് ആ രൂപത്തിൽ തന്നെ കാണാൻ സാധിക്കും. പക്ഷേ അവിടെ നിന്നും അല്പം ചരിഞ്ഞാണെങ്കിൽ ചിലപ്പോൾ നമുക്കൊരു വര പോലെയൊക്കെ കാണാൻ സാധിക്കത്തുള്ളൂ. ഉദാഹരണത്തിന് എൻ്റെ ഈ കൈ, ഇത് ഗാലക്സിയുടെ ഒരു രൂപമാണെന്ന് കരുതുക. ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ സ്പൈറലായിട്ടുള്ള ഗാലക്സി ഉണ്ടെന്ന് നിങ്ങൾ ചിന്തിക്കുക. ഇത് ഞാൻ ഈ ഒരു ക്യാമറയുടെ നേരെ പിടിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് അതിനെ ആ രൂപത്തിൽ തന്നെ കാണാൻ സാധിക്കും. എന്നാൽ ഇത് ശരിക്കും ആ ഭാഗത്ത് ഇങ്ങനെയാണ് ഇരിക്കുന്നതെങ്കിൽ നമുക്ക് ഒരു ചരിഞ്ഞ വരയായിട്ടോ അല്ലെങ്കിൽ നേരെയുള്ള ഒരു വരയായിട്ടോ ഒക്കെ ആണ് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു ദൃശ്യമാണ് ഇവിടെ നിങ്ങൾ കാണുന്നത്. ഈ ഒരു ദൃശ്യത്തിൽ ഞാൻ എൻ്റെ മോഡൽ മാത്രമല്ല, ഓൾറെഡി ഉള്ള വേറെയും പല 4 വ്യത്യസ്തമായിട്ടുള്ള മെത്തേഡുകളാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. ആ 4 മെത്തേഡുകൾ ശരിക്കും LSSDക്ക് വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ള മെത്തേഡുകളല്ല, അത് വേറെയും പല ഒബ്സർവേറ്ററികൾക്ക് വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ള മെത്തേഡുകളാണ്. ഈ ഒരു ദൃശ്യങ്ങളിലൂടെ ഒന്നും നമുക്ക് കൃത്യമായിട്ടുള്ള ഒരു ഉത്തരത്തിലേക്ക് നമ്മുടെ എത്രമാത്രം മികച്ചതാണ് അല്ലെങ്കിൽ നമ്മുടെ മികച്ചതാണോ എന്ന് പോലും നമുക്ക് പറയാൻ സാധിക്കില്ല. അതിന് ശാസ്ത്രീയമായിട്ട് അനലൈസ് ചെയ്യാൻ സാധിക്കുന്ന വേറെയും ചില മെത്തേഡുകളുണ്ട്. ഈ ഗ്രാഫുകളിലേക്ക് നോക്കുക. ഇത്തരത്തിലുള്ള 3 പ്ലോട്ടുകൾ, 3 മോഡലിൻ്റെ 3 വ്യത്യസ്തമായിട്ടുള്ള പ്ലോട്ടുകൾ കൊടുത്തിട്ടുണ്ട്. ഇത് എൻ്റെ പ്രബന്ധത്തിലെ ഏറ്റവും നിർണായകമായിട്ടുള്ള ഒരു റിസൾട്ട് അനാലിസിസ് ആണ്. അപ്പോൾ ഇത് സാധാരണക്കാരന് മനസ്സിലാകുന്ന ഒരു ഭാഷയിൽ ഞാൻ പറയാം. ഇപ്പോൾ ഇതിൽ ഓരോ ഗ്രാഫിലും ചരിഞ്ഞ ഒരു വര, 45 ഡിഗ്രി ചരിഞ്ഞ് കിടക്കുന്ന ഒരു വര നിങ്ങൾക്ക് കാണാൻ സാധിക്കും. കൂടാതെ ചുവന്ന നിറത്തിലുള്ള കുത്തുകളും പച്ച നിറത്തിലുള്ള കുത്തുകളും കാണാം. ചുവന്ന നിറത്തിലുള്ള കുത്തുകൾ ഞാൻ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള എൻ്റെ മോഡലാണ്. പച്ച നിറത്തിലെ കുത്തുകൾ ബ്ലർഡ് ആയിട്ടുള്ള മോഡലാണ്. ആ ചരിഞ്ഞ വരയുണ്ടല്ലോ, ആ വരയാണ് യഥാർത്ഥത്തിൽ നമുക്ക് കിട്ടേണ്ടത്. ആ ചരിഞ്ഞ വരയിൽ ഈ കുത്തുകൾ വന്ന് പെടണം. അങ്ങനെ കുത്തുകൾ ചരിഞ്ഞ വരയിൽ കൃത്യമായിട്ട് വന്ന് പെട്ട് കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം ബ്ലർഡ് അല്ലാത്ത യഥാർത്ഥത്തിലുള്ള ഒറിജിനൽ ഇമേജിനെ എൻ്റെ മോഡലുകൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചു എന്നാണ്. ഒരു കാരണവശാലും നമുക്ക് 100% ആ ഒരു വരയിലൂടെ തന്നെ കിട്ടില്ല.
ഒരു 99% അല്ലെങ്കിൽ 98% ഒക്കെയാണ് കൃത്യത വരുന്നത്. ഈ ഗ്രാഫിൽ നിങ്ങൾ സൂക്ഷിച്ചൊന്ന് പരിശോധിക്കുകയാണെങ്കിൽ അവിടെ ഒരു പി വാല്യൂ കാണും. ആ പി വാല്യൂ 1 ആവുകയാണെങ്കിൽ അത് 100% കൃത്യമാണെന്നാണ് അർത്ഥം. 100 അല്ല, അതിനോട് അടുത്താണ് വരുന്നതെങ്കിൽ ഏകദേശം കൃത്യമാണെന്നും അർത്ഥമാക്കുന്നുണ്ട്. ഈ ചിത്രങ്ങളിലൂടെയൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഞാൻ പ്രപ്പോസ് ചെയ്തിട്ടുള്ള 3 മോഡലുകൾക്കും ബ്ലർനെസ്സിനെ വലിയ രീതിയിൽ തന്നെ ഒഴിവാക്കാൻ സാധിക്കുന്നുണ്ടെന്നാണ്. കൂടാതെ 4 എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള മെത്തേഡ്സ് ഉപയോഗിച്ചിട്ട് ഞാനൊരു കമ്പാരിറ്റീവ് സ്റ്റഡിയും നടത്തിയിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ഈ ഒരു ബാർ ഡയഗ്രത്തിലൂടെയും ഇത്തരത്തിലുള്ള കുറേയധികം സബ് പ്ലോട്ടുകളിലൂടെയും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അത് സൂക്ഷ്മമായിട്ട് അനലൈസ് ചെയ്യുകയാണെങ്കിൽ എൻ്റെ മോഡലാണ് മികച്ച രീതിയിൽ പ്രവർത്തിക്കുന്നതെന്ന് മനസ്സിലാക്കാം. ഈ ഗ്രാഫുകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള ഡിസ്ക്രിപ്ഷൻ റിസൾട്ട് അനാലിസിസ് എന്ന് പറയുന്ന സെക്ഷനിൽ ഞാൻ വിവരിച്ചിട്ടുണ്ട്. ഇതിനെല്ലാം പുറമെ വേറെയും ഒരുപാട് ലൈൻ ഡയഗ്രാംസ് ഒക്കെ പ്ലോട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ എന്തൊക്കെ തരത്തിലുള്ള മെട്രിക്കുകളാണെന്ന് പറയുന്നത് വളരെയധികം പ്രയാസമാണ്. കാരണം വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള മെട്രിക്കുകളാണ്. ഒരു ബിടെക് എംടെക് ലെവലിൽ പഠിക്കുന്ന ആളുകളോട് പോലും എനിക്കത് പറഞ്ഞു കൊടുക്കാൻ പ്രയാസമായിരിക്കും. അതൊരു റിസർച്ച് തലത്തിൽ ഒരു ഗവേഷകനായിട്ട് ഒക്കെ പ്രവർത്തിക്കുന്ന വ്യക്തികൾക്ക് മാത്രമാണ് ഇത് മനസ്സിലാക്കാൻ സാധിക്കുക. പ്രത്യേകിച്ചും ഞാൻ മുമ്പ് കാണിച്ചിട്ടുള്ള ആ ചരിഞ്ഞ വരയുള്ള ആ ഡയഗ്രാം, അതൊരു ആസ്ട്രോഫിസിസ്റ്റിന് മാത്രം മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു ഡയഗ്രമാണ്. ഞാൻ പറഞ്ഞല്ലോ, ഒരു ഇമേജ് നോക്കിയിട്ടല്ല ഒരു ഗവേഷകൻ നിർണായകമായിട്ടുള്ള ഒരു കണ്ടെത്തലിലേക്ക് എത്തുന്നത്. അതൊക്കെ സിനിമകളിൽ മാത്രമേ നടക്കുകയുള്ളൂ. ഇത്തരത്തിലുള്ള പല ഗ്രാഫുകളിലും ആ ഗ്രാഫുകളിൽ നിന്ന് ഉണ്ടാക്കിയെടുക്കുന്ന പല വാല്യൂസുമാണ് നിർണായകമായിട്ട് മാറുന്നത്. ഇനി ഞാൻ ഉണ്ടാക്കിയ ആർക്കിടെക്ചർ ഒന്ന് പരിശോധിക്കാം. പേജ് നമ്പർ 5 നിങ്ങൾക്ക് ആ ആർക്കിടെക്ചറിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു ഡയഗ്രാം കാണാൻ സാധിക്കും. അതിനോട് ചേർന്ന് തന്നെ അതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു എക്സ്പ്ലനേഷനും ഉണ്ട്. ഇവിടെ ഞാനൊരു ഹൈബ്രിഡ് ആർക്കിടെക്ചറാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതായത് മെഷീൻ ലേണിങ്ങിലെ അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിലെ വ്യത്യസ്തമായിട്ടുള്ള 2 മെത്തഡോളജികൾ പരസ്പരം ചേർത്തിരിക്കുകയാണ്. ഇതിൽ നിങ്ങൾക്ക് നീല നിറത്തിൽ കാണാൻ സാധിക്കുന്നതും അതുപോലെ മഞ്ഞ നിറത്തിൽ കാണാൻ സാധിക്കുന്നതുമായിട്ടുള്ള ഫീച്ചർ മാപ്പുകളുണ്ട്. ആ ഫീച്ചർ മാപ്പുകൾ എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഫീച്ചർ മാപ്പുകളാണ്, ഡിഫറെൻ്റ് ആയിട്ടുള്ള ടെക്നോളജിയാണ്. ഞാനത് ഒന്ന് മനസ്സിലാക്കി തരാം നിങ്ങൾക്ക്. ഇതിലെ ഈ മഞ്ഞ നിറത്തിൽ കാണുന്നത് അത് ശരിക്കും ട്രാൻസ്ഫോമറിൻ്റെ ഔട്ട്പുട്ടാണ്. ട്രാൻസ്ഫോമർ എന്ന് പറയുമ്പോൾ അത് ഇലക്ട്രിസിറ്റിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ട്രാൻസ്ഫോമർ അല്ല. നിങ്ങൾക്ക് ChatGPT അറിയാമല്ലോ. അപ്പോൾ അതിലെ T എന്ന് പറയുന്നത് അത് ട്രാൻസ്ഫോമറിനെയാണ് സൂചിപ്പിക്കുന്നത്. ChatGPT മാത്രമല്ല, നമ്മൾ അത്തരത്തിൽ ഉപയോഗിക്കുന്ന എല്ലാ ആപ്ലിക്കേഷനുകളിലും ട്രാൻസ്ഫോമറുകളുണ്ട്. അത്തരത്തിലുള്ള ഒരു ട്രാൻസ്ഫോമറാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. പക്ഷേ ആ ട്രാൻസ്ഫോമർ ChatGPTയിലൊക്കെയുള്ള ട്രാൻസ്ഫോമർ അല്ല. ഇത് ഞാൻ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ട്രാൻസ്ഫോമറാണ്. ലിൻഫോമർ എന്ന് പറഞ്ഞ പേരിൽ ഓൾറെഡി ട്രാൻസ്ഫോമർ ഉണ്ട്. അത് എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു ട്രാൻസ്ഫോമറാണ്. ആ ട്രാൻസ്ഫോമറിൽ ഞാൻ പല മാറ്റങ്ങളും വരുത്തിയിട്ടുണ്ട്. അതിൻ്റെ 3 വേർഷൻസ് ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട്. ഈ കാണുന്ന ഡയഗ്രങ്ങളിൽ നിങ്ങൾക്ക് ആ വ്യത്യസ്തമായിട്ടുള്ള 3 വേർഷനുകൾ കാണാൻ സാധിക്കും. നീല നിറത്തിലുള്ള ഫീച്ചർ മാപ്പ് അല്ലെങ്കിൽ അവിടെ ഉപയോഗിച്ചിരിക്കുന്ന CNN എന്ന് പറയുന്ന മെത്തേഡ് എങ്ങനെയാണ് ഒരു ഇമേജിൽ പ്രവർത്തിക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. അത് ഒരു ഇമേജിനെ മൊത്തത്തിൽ ഒരിക്കലും പരിശോധിക്കില്ല. ആ ഇമേജിൻ്റെ ചെറിയ ചെറിയ പാർട്ടുകളിൽ മാത്രമാണ് പരിശോധന നടത്തുന്നത്. അതായത് ആ ഒരു പെർട്ടിക്കുലർ നീല എടുത്തു കഴിഞ്ഞാൽ ആ നീലയിൽ ഒരേ സമയത്ത് ആ ഇമേജിനെ ഒറ്റ നോട്ടത്തിൽ കാണുന്നതല്ല. അപ്പോൾ അതൊരു പോരായ്മയാണ്. പക്ഷേ ആ ഒരു ഇമേജിനെ ഓരോ ചെറിയ സ്റ്റെപ്പിലും ഒരൊറ്റ വലിയ ഇമേജായിട്ട് തന്നെ നമുക്ക് കാണാൻ സാധിക്കുകയാണെങ്കിൽ അത് കുറേ കൂടെ മികച്ച ഒരു ഔട്ട്പുട്ട് നമുക്ക് തരുന്നതാണ്. അങ്ങനെ ഒരൊറ്റ വലിയ ഇമേജായിട്ട് തന്നെ കണ്ട് അതിനെ അനലൈസ് ചെയ്യാനായിട്ടാണ് ആ മഞ്ഞ നിറത്തിലുള്ള മൊഡ്യൂൾ ഞാൻ കൊടുത്തിരിക്കുന്നത്. അതാണ് എൻ്റെ ലിൻഫോമർ അല്ലെങ്കിൽ എഫിഷ്യൻറ്റ് ട്രാൻസ്ഫോമർ. നീല നിറത്തിലുള്ള ആ മെത്തേഡിനും മഞ്ഞ നിറത്തിലുള്ള മെത്തേഡിനും അതിൻ്റേതായിട്ടുള്ള പ്രത്യേകതകളുണ്ട്, അതിൻ്റേതായിട്ടുള്ള നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളുമുണ്ട്. ഇത് രണ്ടും കൂടെ കൃത്യമായിട്ട് ചേർത്ത് വെച്ചപ്പോൾ നമുക്ക് അതിൻ്റെ എല്ലാം നെഗറ്റീവിനെ മറികടന്ന് കൂടുതൽ പോസിറ്റീവായിട്ടുള്ള ഒരു ഔട്ട്കം കിട്ടുന്നതാണ്. മഞ്ഞ നിറത്തിലുള്ള ട്രാൻസ്ഫോമറിനെ എനിക്ക് ഒരുപാട് അങ്ങ് ഉപയോഗിക്കാൻ സാധിക്കില്ല. കാരണം അതിനെ പ്രോസസ്സ് ചെയ്യാൻ ഒരുപാട് സമയമെടുക്കും. ഓരോ ഇമേജുകളും വലിയ വലിയ സൈസിലുള്ള ഇമേജുകളാണ്. അത്തരത്തിൽ ലക്ഷക്കണക്കിന് ഇമേജുകളെയാണ് നമുക്ക് പഠനത്തിന് വേണ്ടി ഉപയോഗിക്കേണ്ടത്. ലക്ഷക്കണക്കിന് ഇമേജുകളുടെ അൺബ്ലർഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഡീകൺവോൾവ്ഡ് ആയിട്ടുള്ള ഇമേജ് ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ ഒരുപാട് മണിക്കൂറുകൾ അല്ലെങ്കിൽ ഒരുപാട് ദിവസങ്ങൾ വേണ്ടി വരും. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ കമ്പ്യൂട്ടേഷണൽ കോംപ്ലക്സിറ്റി നമ്മൾ കുറച്ച് കൊണ്ടുവരണം. ഏറ്റവും മികച്ച ഔട്ട്പുട്ട് കാണിക്കുന്നതിനോടൊപ്പം തന്നെ ഏറ്റവും കുറഞ്ഞ സമയത്ത് കൂടി അത് കാണിക്കണം. അങ്ങനെ കുറഞ്ഞ സമയത്ത് കാണിക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ ഉറപ്പായിട്ടും നമ്മുടെ പ്രബന്ധം റിജക്റ്റ് ആവും. ഈ പ്രബന്ധത്തിൽ തന്നെ എത്ര സമയം കൊണ്ടാണ് ഓരോ ഇമേജിനെയും നമുക്ക് കൺവേർട്ട് ചെയ്യാൻ സാധിക്കുന്നതെന്ന് കൊടുത്തിട്ടുണ്ട്. 3 മോഡലുകളും ഏകദേശം ഒരേ സമയം കൊണ്ട് തന്നെയാണ് ഡീകൺവല്യൂഷൻ നടത്തുന്നതെങ്കിൽ പോലും ഒരു മോഡൽ
0.0139 സെക്കൻഡ് കൊണ്ട് ഒരു ഒറ്റ ഇമേജിനെ ഡീകൺവോൾവ് ചെയ്യും. നിങ്ങൾ ഇത്രയും നേരം കണ്ടത് ആസ്ട്രോണമിയിലെ ഏറ്റവും ദുർഘടം പിടിച്ചിട്ടുള്ള ഒരു പഠനവും ആ പഠനത്തിൻ്റെ റിസൾട്ട് അനാലിസിസുമാണ്. ഇത് ഒരു സാധാരണക്കാരന് മനസ്സിലാക്കാൻ വളരെ പ്രയാസമായിരിക്കും. പക്ഷേ ഇതിൽ നിന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ അത് ഒരു വലിയ നേട്ടമായിട്ട് തന്നെ ഞാൻ എടുക്കുകയാണ്. ഒരുപാട് ഗവേഷകരുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ വളരെ എളുപ്പമാണ്. പക്ഷേ സാധാരണക്കാരൻ്റെ കാര്യത്തിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ അവതരിപ്പിക്കുന്നത് വളരെ വളരെ പ്രയാസമുള്ള ഒരു കാര്യമാണ്. സാധാരണക്കാരൻ്റെ മുൻപിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ അവതരിപ്പിക്കുമ്പോഴാണ് ശരിക്കും എനിക്ക് ഏറ്റവും കൂടുതൽ സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നത്. നിങ്ങൾക്ക് ഈ കാര്യങ്ങൾ മനസ്സിലായെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റിൽ ഒന്ന് രേഖപ്പെടുത്തുക. കൂടാതെ ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞിരുന്ന അഡ്വാൻസ്ഡ് ആസ്ട്രോഫിസിക്സ് കോഴ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ലിങ്കുകൾ ഉപയോഗിച്ചിട്ട് ജോയിൻ ചെയ്യുക. അതുമായി ബന്ധപ്പെട്ട് എന്ത് സംശയമുണ്ടെങ്കിലും നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും ഇൻസ്റ്റാഗ്രാമിലൂടെയോ ഫേസ്ബുക്കിലൂടെയോ എന്നോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാവുന്നതാണ്. അതിൻ്റെ ലിങ്കുകൾ ഞാൻ കൊടുത്തിട്ടുണ്ട്. ഒരു വലിയ ബുദ്ധിമാനായിട്ടുള്ള ഒരു വ്യക്തിയൊന്നുമല്ല ഞാൻ. ഒരു സാധാരണ മനുഷ്യനാണ്. ഒരു ആവറേജ് സ്റ്റുഡൻ്റാണ്. കഠിന പ്രയത്നങ്ങളിലൂടെ മാത്രമാണ് എനിക്ക് പല കാര്യങ്ങളും നേടിയെടുക്കാൻ സാധിച്ചിട്ടുള്ളത്. ഒരു വെറും ആവറേജ് ആയിട്ടുള്ള ഒരു വ്യക്തിയായിട്ടുള്ള എനിക്ക് ഇത് സാധിക്കുമെങ്കിൽ എന്നേക്കാൾ വളരെ ബ്രില്യൻ്റ് ആയിട്ടുള്ള ഒരുപാട് ആളുകൾ ഈ വീഡിയോ കാണുന്നുണ്ട്. നിങ്ങൾക്കും ഇത് സാധിക്കുന്നതാണ്. അതിന് നിങ്ങൾക്ക് വേണ്ടത് പെർസിവറൻസ് ആണ്. എത്ര പരാജയം നേരിടേണ്ടി വന്നാലും എത്ര ആളുകൾ നിങ്ങളെ തള്ളി പറഞ്ഞാലും നിങ്ങൾ തുടർച്ചയായിട്ട് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുക. ഉറപ്പായിട്ടും നിങ്ങൾക്ക് വിജയിക്കാൻ സാധിക്കും. അത് എൻ്റെ കോഴ്സിൽ ജോയിൻ ചെയ്യാൻ വേണ്ടി ഒന്നും ഞാൻ പറയുന്നതല്ല. നിങ്ങൾ വേറെ ഏത് മേഖലയിൽ പോയാലും നിങ്ങളിപ്പോൾ പ്രവർത്തിക്കുന്നത് വേറെ എന്തെങ്കിലും മേഖലയാണെങ്കിൽ പോലും ആ മേഖലയിൽ നിങ്ങൾ ആത്മാർത്ഥമായിട്ട് പ്രവർത്തിക്കുക. നിങ്ങൾ ആ മേഖലയെ വളരെയധികം ഇഷ്ടപ്പെടുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെടാൻ സാധിക്കുന്ന മേഖലയായിരിക്കണം. അതിൽ നിങ്ങൾ നന്നായി ഹാർഡ് വർക്ക് ചെയ്യുക. നന്നായിട്ട് അത് ആസ്വദിക്കാൻ കൂടി സാധിക്കുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് എത്ര നേരം വേണമെങ്കിലും അതിൽ പ്രവർത്തിക്കാൻ സാധിക്കും. ഉറപ്പായിട്ടും നിങ്ങൾക്ക് ആ മേഖലയിൽ ഒരു മികച്ച ഒരു വർക്കർ ആകാനോ ഒരു റിസർച്ചർ ആകാനോ ഒരു എൻജിനീയർ ആകാനോ ഒക്കെ സാധിക്കുന്നതാണ്.